എന്തായാലും ഈ അഖില ഭാരതീയ ബൈഠക്ക് നടക്കുന്നുണ്ട്. അതെ, അപ്പോൾ അത് സംബന്ധിയായ റിപ്പോർട്ടിലേക്കാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആദർശ് പറഞ്ഞു തരും. RSS അഖില ഭാരതീയ സമന്വയ ബൈഠക് ആന്ധ്രാപ്രദേശിലെ ഗുഡലോവ വിജ്ഞാൻ വിഹാസ് സ്കൂളിൽ ഇന്ന് ആരംഭിക്കുകയാണ്. 21 വരെയാണ് ബൈഠക്. സംഘത്തിന്റെയും സംഘത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന 32 വിവിധ ക്ഷേത്ര സംഘടനകളുടെയും അഖില ഭാരതീയ ചുമതലയുള്ളവരാണ് 3 ദിവസത്തെ ബൈഠക്കിൽ പങ്കെടുക്കുക. വിവരങ്ങളുമായി TS ആദർശ് ചേരുകയാണ് രാജ്യതലസ്ഥാനത്ത് നിന്ന്. ആദർശ്, 3 ദിവസം നീളുന്ന ബൈഠക്കാണ് ഇന്ന് ആരംഭിക്കുന്നു. പറയൂ വിവരങ്ങൾ. രാഖി, RSSനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രധാനമായിട്ടും ഈ സമന്വയ ബൈഠക്കിൽ വിഷയമാകുന്നത് ഒന്ന് ഈ സംഘടനകൾക്കിടയിലെ ഏകോപനമാണ്. മറ്റൊന്നെന്ന് പറയുന്നത് യുവാക്കളിലെ ഈ ദേശീയത വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത് സംബന്ധിച്ചാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ജനസംഖ്യാ സന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ്. പല ഇടങ്ങളിലും നമുക്കറിയാം ആസൂത്രിതമായിട്ട് ചില പ്രത്യേക വിഭാഗങ്ങൾ ജനസംഖ്യ ഉയരുന്ന ഒരു കാഴ്ച. അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി അത്തരത്തിലുള്ള ചില കാഴ്ചകളുണ്ട്. നേരത്തെ ഉത്തരാഖണ്ഡിലടക്കം അവിടുത്തെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഇത്തരത്തിൽ ചില പ്രത്യേക ഇടങ്ങളിൽ പ്രത്യേക സമുദായങ്ങളുടെ ജനസംഖ്യാ വർധനവ് അത് ആസൂത്രിതമായിട്ട് നടക്കുന്നു. ഒപ്പം തന്നെ നുഴഞ്ഞുകയറ്റക്കാരായിട്ടെല്ലാം പ്രത്യേക മതവിഭാഗങ്ങളിൽ നിന്നുള്ളവർ ചില സ്ഥലങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു. ചില സമുദായങ്ങൾ അനിയന്ത്രിതമായിട്ടുള്ള ജനസംഖ്യാ വർധനവ് ബോധപൂർവം സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളുണ്ട്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതിലുള്ള ആശങ്ക, അതിനായിട്ടുള്ള പരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയാകും. ഒപ്പം തന്നെ മറ്റു ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അത് RSS തന്നെ ശതാബ്ദി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചപരിവർത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് 5 വിഷയങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അതിൽ സാമൂഹ്യ സമത്വം, കുടുംബ പ്രബോധനം ഉൾപ്പെടെയുള്ള 5 വിഷയങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ദേശീയതയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ സമന്വയ ബൈഠക്കിൽ ചർച്ചയാകും. മറ്റ് പരിവാർ സംഘടനകളുടെ അഖില ഭാരതീയ ഭാരവാഹികൾ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. BJP, അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത്, BMS ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സംഘടനകളുടെ അഖില ഭാരതീയ ഭാരവാഹികൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. അതുകൊണ്ട് തന്നെ ഇതിന് ഏറെ പ്രാധാന്യമുള്ളതാണ്. കാരണം രാഷ്ട്രീയപരമായിട്ടും മറ്റും പല വിമർശനങ്ങളും ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ വിമർശനങ്ങൾക്ക് പിന്നിലും മറ്റും പലപ്പോഴും രാഷ്ട്രവിരുദ്ധ അജണ്ടകൾ ഒളിച്ചു കടത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ സമന്വയ ബൈഠക്കിൽ യുവാക്കളിൽ ദേശീയത വളർത്തുന്നതും ഒപ്പം തന്നെ ലഹരിക്കെതിരെ, പ്രത്യേകിച്ച് മയക്കുമരുന്നിനെതിരെയുള്ള പ്രചാരണവും മറ്റും നടത്തുന്നതിനുള്ള വിഷയം, ആ പ്രചാരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതടക്കമുള്ള കാര്യങ്ങളും ഇതിൽ ചർച്ചയാകുന്നത്. നമുക്കറിയാം, നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിജ്ഞയടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും സന്നദ്ധ സംഘടനകളും ആത്മീയ സംഘടനകളും അടക്കമുള്ള സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പരിപാടി നടത്തുകയും ഈ മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ RSSൻ്റെ ഈ സമന്വയ ബൈഠക്കിലും ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി ഈ മയക്കുമരുന്ന് വ്യാപനം തടയുന്നതടക്കമുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം, ഏത് രീതിയിലായിരിക്കണം ഇത് സംബന്ധിച്ചുള്ള പ്രചാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാവുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ബൈഠക്കിലെ വിഷയങ്ങളിലൊക്കെ തന്നെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്തും സർക്കാരിവാഹ് ദത്തോത്രേയ ഹൊസവാളയും മാർഗനിർദ്ദേശങ്ങൾ നൽകും. എന്തായാലും രാഷ്ട്രത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഈ യുവാക്കളെ നേർവഴിക്ക് നയിക്കുക, അവരെ ദേശസ്നേഹികളാക്കി മാറ്റുക എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സമന്വയ ബൈഠക്കിൻ്റെ അജണ്ടയിൽ തന്നെ യുവാക്കളിൽ ദേശീയ ബോധം വളർത്തുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയാകും എന്ന് സംഘടന വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പല ഭീകരവാദ സംഘടനകളും ഈ രാഷ്ട്രത്തിനെതിരെ നിൽക്കുന്ന മാവോയിസ്റ്റ് ചിന്താഗതിയുള്ള സംഘടനകളും ഒക്കെ തന്നെ അവർ ഈ യുവാക്കളെ വഴിതിരിച്ചു വിടുന്നത് അടക്കമുള്ള കാര്യങ്ങളെയാണ് ഈ ഉപയോഗിക്കുന്നത്. യുവാക്കളിലേക്ക് അവരുടെ സ്വാധീനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടത്തിവിട്ടുകൊണ്ട് യുവാക്കളെ രാജ്യത്തിനെതിരാക്കുക എന്ന ഒരു തന്ത്രമാണ് പല ഭീകരവാദ സംഘടനകളും മാവോയിസ്റ്റ് നക്സൽ സംഘടനകളും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം, കലാലയങ്ങളിലും മറ്റും യുവാക്കളിലേക്ക് എങ്ങനെ ദേശീയത വളർത്താം എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ സമന്വയ ബൈഠക്കിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സമന്വയ ബൈഠക്ക് ഏറെ നിർണായകമാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയ
രാഷ്ട്രീയ രംഗത്തെ സംബന്ധിച്ചാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടക്കം വരാനിരിക്കുന്നു. അയോധ്യ വിഷയമടക്കം രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നു. അവർ ഈ വിഷയത്തിൻ്റെ മറവിൽ നടത്തുന്ന പ്രതിഷേധങ്ങൾ സനാതനധർമ്മത്തിനും സന്യാസി സമൂഹത്തിനും എതിരെയുള്ള ആയുധമാക്കി മാറ്റുവാൻ ഇതിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സനാതനധർമ്മത്തിനെതിരെ ഉയരുന്ന വെല്ലുവിളികൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ സമന്വയ ബൈഠക്കിൽ ചർച്ചയാകും. രാഷ്ട്രീയപരമായ കാര്യങ്ങളും വിവിധ സംഘടനകളുടെ ഏകോപനം സംബന്ധിച്ചുള്ള വിഷയങ്ങളും ചർച്ചയാകും. രാഷ്ട്രീയ കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം BJPയുടെ ചുമതലക്കാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഈ സമന്വയ ബൈഠക്കിൽ അത്തരം കാര്യങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ സംബന്ധിച്ചൊക്കെ BJP നേതാക്കൾ സമന്വയ ബൈഠക്കിൽ അറിയിക്കുകയും ചെയ്യും. ഇതിനൊക്കെ ആവശ്യമായ മാർഗനിർദ്ദേശം RSSന്റെ ഭാഗത്ത് നിന്ന് നൽകുകയും ചെയ്യും. രാഖി. ശരി.